ഹായ്, ജർമ്മൻ A2 ലെവൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് അഥവാ CEFRൻ്റെ 6 ഘട്ടത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ജർമ്മൻ A2 ലെവൽ എന്ന് പറയുമ്പോൾ. അതായത് A1ൻ്റെ തൊട്ടു മുകളിലത്തെ ലെവലാണ് A2 ലെവൽ. A1ഉം A2ഉം രണ്ടും ബേസിക് ലെവൽ ആയതുകൊണ്ട് തന്നെ ഇവയെ എലിമെൻ്ററി ലെവൽ എന്നാണ് വിളിക്കാറ്. നിങ്ങൾ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിനെയൊക്കെക്കുറിച്ച് അനായാസമായി ജർമ്മൻ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കും നിങ്ങളൊരു A2 ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ജർമ്മൻ A2 ലെവലിൽ പഠിക്കുക ഇത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജർമ്മൻ A1 ലെവലിൽ പഠിക്കുന്ന അടിസ്ഥാനങ്ങൾക്കപ്പുറം ദൈനംദിന വിഷയങ്ങളെ അനായാസമായി കൈകാര്യം ചെയ്യാൻ പറ്റും ജർമ്മൻ A2 ലെവലിൽ. ഉദാഹരണത്തിന് A1 ലെവലിലും നമ്മളെ പരിചയപ്പെടുത്താൻ പഠിക്കാറുണ്ട്. പക്ഷേ A2 ലെവലിലെത്തുമ്പോൾ നമ്മളെ സ്വയം പരിചയപ്പെടുത്താൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് വരുന്നത്, ആ രാജ്യത്തിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഏതാണ്, ഏതൊക്കെ വിവിധ ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയെക്കുറിച്ച്, അഥവാ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനത്തെക്കുറിച്ചും, പിന്നെ നമ്മുടെ ഹോബീസിനെ കുറിച്ചും, അതായത് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ. ജർമ്മൻ A2 ലെവലിൽ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ അഥവാ ക്യാരക്ടർ ട്രെയ്റ്റ്സ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വിവരിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്ത് കഠിനാധ്വാനിയാണ്, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ പറയാറില്ലേ ഒരാളെക്കുറിച്ച്. ഇതൊക്കെ നമുക്ക് ജർമ്മൻ ഭാഷയിൽ തന്നെ എളുപ്പത്തിൽ വിവരിക്കാൻ സാധിക്കും. പിന്നെ ഗ്രാമർ കോൺസെപ്റ്റ്സ്, അതായത് കാലം, നാമം, വിശേഷണം, ക്രിയ, വാക്യനിർമ്മാണം എന്നീ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ജർമ്മൻ A2 ലെവൽ പഠിക്കുന്നതായിരിക്കും. ജർമ്മൻ A2 ലെവൽ വരെ എത്തി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിയാലോ? യാത്രയും സാംസ്കാരിക ബോധവും. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാനും യാത്രാ പദ്ധതികൾ ചർച്ച ചെയ്യാനും താമസ സൗകര്യം ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ജർമ്മൻ ആചാരങ്ങളും ആഘോഷങ്ങളും അവധി വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തിഗത അനുഭവങ്ങൾ. നിങ്ങൾ ഒരു ദിവസം അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ഒരു ദിവസം നിങ്ങൾ ചെലവഴിക്കുന്നത്, ഇനി നിങ്ങളുടെ പഴയകാല സംഭവങ്ങൾ, അതായത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് നിങ്ങൾ അവധിക്കാലം എങ്ങനെ ആഘോഷിച്ചു, അല്ലെങ്കിൽ ഇനി ഭാവിയിലെ പദ്ധതികൾ, ഇതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. അവധി ആഘോഷങ്ങൾ. ഒക്ടോബർ ഫെസ്റ്റിൽ നിന്ന് തുടങ്ങി ക്രിസ്മസ് മാർക്കറ്റുകൾ വരെ ഈ വക ജനപ്രിയമായ ജർമ്മൻ അവധികൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. പ്രായോഗിക ആശയവിനിമയ കഴിവുകൾ. ഒരു മാർക്കറ്റിലൂടെ സഞ്ചരിച്ച് കച്ചവടം ചെയ്യുക, ചില സാധനങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക, ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുക, ദിശകൾ ചോദിച്ച് മനസ്സിലാക്കി സഞ്ചരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. ജർമ്മൻ പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന സാധാരണ പദങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള സംഭാഷണങ്ങൾ, ഇതിലൊക്കെ അനായാസമായി തന്നെ ഏർപ്പെടാൻ സാധിക്കും. ജർമ്മൻ A1 ലെവലിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെയാണ് A2 ലെവലിൽ പഠിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. MedCity International Academy. Trusted hands forever.